എൻ്റെ ഡിസ്ക് എൻ്റെ അച്ഛനെ പോലെ പാരമ്പര്യമായിട്ടുള്ള വളവായിരുന്നു. അച്ഛനൊന്ന് വരാമോ? അച്ഛൻ ഈ സൈഡ് വളഞ്ഞായിരിക്കുന്നത്, ഈ ഡിസ്ക് വളഞ്ഞായിരിക്കുന്നു. ഓക്കെ, ശരി. ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അതിപ്പോ ഇങ്ങനെയായി നിവർന്നു. ശരിക്കും ആരുടെ? എൻ്റെ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാ പറയുന്നത്. ഓക്കെ, വളവുള്ളതുകൊണ്ട് എനിക്ക് പൊക്കക്കുറവുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഇരുന്നു, ഇപ്പൊ ഇങ്ങനെ കറക്റ്റായി സ്റ്റഡി ആയി. ഇപ്പൊ റൂമിക്ക് കിടക്കുമ്പോ കട്ടിലപ്പടി തല കൊണ്ട് ഇടിക്കും. ജന്മന അങ്ങനെയായിരുന്നു. ഞാൻ ജന്മന അങ്ങനെയായിരുന്നു. അച്ഛനും അങ്ങനെയുണ്ട്, തനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 29 വയസ്സായി. ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ചുണയായ ഒരു കയ്യടി കൊടുക്കാൻ കർത്താവിന്. ഞങ്ങൾ വല്ല കാശ് തന്നിട്ട് പറയുവാണോ? ബ്രദറിന്റെ പേര് നിഷാദ് എന്നാണ്. ബ്രദർ വരുന്നത് എളനാട് നിന്നാണ്. ഈ ബ്രദർ പറയുന്ന സാക്ഷ്യം ബ്രദറിന്റെ ഡിസ്ക് വളഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നതെന്നാണ്. ഡിസ്ക് വളഞ്ഞാണ് ഇരുന്നത്. ഓക്കെ, അട്ടയില് വളഞ്ഞിട്ടായിരുന്നു ഇരുന്നത്. നിഷാദ് തന്നെ പറയണം എന്താണ് കാര്യം എന്ന്. എൻ്റെ ഡിസ്ക് എൻ്റെ അച്ഛനെ പോലെ പാരമ്പര്യമായിട്ടുള്ള വളവായിരുന്നു. അച്ഛനും ഡിസ്ക് വളഞ്ഞായിരിക്കും. അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛനൊന്ന് എഴുന്നേറ്റ് നോക്കാം. അച്ഛൻ്റെ ഇവിടെ ഉണ്ടെങ്കിൽ അച്ഛൻ്റെ ഇവിടെ ഉണ്ട്. എവിടെയാ അച്ഛൻ്റെ വളവുള്ളത്? ഏത് ഭാഗത്താ? ഇടുപ്പ് വളഞ്ഞിട്ടേ ഇരിക്കുന്നത്. അച്ഛനൊന്ന് വരാമോ? അച്ഛനൊന്ന് വരാമോ? അച്ഛൻ അത് കേൾക്കേണ്ട കാര്യമാണല്ലോ, ഭയങ്കര കാര്യമാണ്. വെറുതെ എന്തെങ്കിലും പറയാണോ? സത്യമാണോ? എവിടെയാ അച്ഛൻ്റെ ഡിസ്ക് വളഞ്ഞിരിക്കുന്നത്? എവിടെ? ഏത് ഭാഗത്താ? ഷർട്ട് ഊരിയാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പച്ചൊന്ന് കാണിക്കാവോ അപ്പച്ച എവിടെയാന്ന്? ഈ സൈഡ് വളഞ്ഞായിരിക്കുന്നത്, ഈ ഡിസ്ക് വളഞ്ഞായിരിക്കുന്നു. ഓക്കെ, ശരി. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അതായത് നട്ടലിന്റെ ഒരു ഭാഗത്തേക്ക് ഒരു ചെരുവുണ്ട്. ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അതിപ്പോ ഇങ്ങനെയായി നിവർന്നു. ശരിക്കും ആരുടെ? എൻ്റെ അച്ഛയുടെ. എൻ്റെ ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. തന്നു. തന്റെ അച്ഛന്റെ ഡിസ്കും ചെരിഞ്ഞായിരിക്കുന്നേ, തനിക്കും ജന്മനാൽ ആ ഡിസ്ക് ചെരിഞ്ഞ ഇരുന്നിരുന്നേ. അങ്ങനെ എന്നാൽ ഇന്ന് തന്റെ ഡിസ്ക് നേരെ ആയിരിക്കുന്നേ. ഭയങ്കര കാര്യമാണ്. ഒന്ന് ചേർന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഞാൻ എൻ്റെ റൂമിക്ക് കിടക്കുമ്പോൾ എൻ്റെ കട്ടിലപ്പടി ഒന്നും മുട്ടില്ലായിരുന്നു. ഇപ്പൊ റൂമിക്ക് കിടക്കുമ്പോൾ കട്ടിലപ്പടി എൻ്റെ തല കൊണ്ട് ഇടിക്കും. ഇപ്പൊ ഇവൻ പറയുന്നതിനത് ജെന്യുവിനാലിറ്റി നമുക്ക് മനസ്സിലായോ? തന്റെ റൂമിലേക്ക് കയറുമ്പോ കട്ടില തടത്തില്ലായിരുന്നു. കാരണം ആ നട്ടലിന്റെ വളവ് നിമിത്തം എനിക്കൊരു പൊക്കക്കുറവുണ്ടായിരുന്നു. അങ്ങനെയല്ലേ? പൊക്കക്കുറവ് കാരണം വളവുള്ളതുകൊണ്ട് എനിക്ക് പൊക്കക്കുറവുണ്ടായിരുന്നു. ഇപ്പോ ഞാൻ ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഇരുന്നു, ഇപ്പൊ ഇങ്ങനെ കറക്റ്റായി സ്റ്റഡി ആയി. ജന്മന അങ്ങനെയായിരുന്നു. ഞാൻ ജന്മന അങ്ങനെയായിരുന്നു. അച്ഛനും അങ്ങനെയുണ്ട്, തനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 29 വയസ്സായി. ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ചുണയായ ഒരു കയ്യടി കൊടുക്കാൻ കർത്താവിന്. നിഷാന്ത് 29 വയസ്സ് വരെ എന്നാ ഈ നട്ടിൽ നിവർന്നത്? നിഷാന്തിന്റെ എനിക്ക് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ എന്നാ നിനക്ക് സൗഖ്യം ഉണ്ടായതെന്നാ? 2021. എന്റെ ദൈവമേ, 2 വർഷമായി. 2021 ബ്രദർ ജീസസ് ടൈമിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ ബ്രദർക്ക് സൗഖ്യം കിട്ടിയെന്ന്. ഇത് ചിന്തിക്കാൻ പറ്റുന്നേക്കാൾ വലിയ കാര്യമാ. നിഷാന്ത്, നീ പോയിട്ട് പഴയ ഫോട്ടോ എവിടെന്നെങ്കിലും ഒരെണ്ണം ഒപ്പിച്ചോണ്ടാണെങ്കിൽ നല്ലതാ. കുഞ്ഞായിരിക്കുന്ന, നീ കൊച്ചായിരിക്കുന്ന ഫോട്ടോ ആയാലും മതി, പാൻറ് ഇടാത്ത പരുവത്തിലായാലും മതിയുടെ കൊണ്ടുപോകും. കൊച്ചു കുഞ്ഞുങ്ങളെ ഫോട്ടോ ഒക്കെ എടുത്ത് കാണില്ലടാ, അത് എടുത്തോണ്ട് പോവാ. കാരണം അപ്പോഴറിയാലോ ഇത് നമ്മൾ വളഞ്ഞായിരിക്കുന്നതെന്ന്. കർത്താവ് നിഷാന്തിന് ഒരു ഫോട്ടോ തേടി പിടിക്കാൻ കൃപ കൊടുത്ത. ശരി നിഷാന്ത്, സന്തോഷമായിട്ട്. എങ്കിലും കർത്താവ് ചെയ്തു എന്ന് പറയുന്ന ഒരു വലിയ കാര്യം. അദ്ദേഹത്തിന് അച്ഛനും നട്ടിൽ വളഞ്ഞായിരിക്കുന്നത്. അദ്ദേഹത്തിന് അമ്മ ഇവിടെ ഉണ്ടോ? അമ്മയും വന്നേ, ചോദിച്ചേടാ മോനെ, അമ്മയോടും കൂടെ ചോദിച്ചേ. അമ്മ, ഈ മോൻ പറയുന്നത് ശരിയാണോ? നിഷാന്ത് പറയുന്നത് ശരിയാണോ? ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ പുറത്തായിരുന്നു. അപ്പോഴാണ് ഇവൻ പറയുന്നത്. ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാ പറയുന്നത്. ഞാൻ ഇവന് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ ഓർമ്മിക്കുന്നുണ്ടോ? എന്നെ ആരോ തൊട്ടു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, നീ വെറുതെ പറയണ്ട, അത് എനിക്ക് തോന്നിയതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ആടെ നിന്ന് സന്തോഷിക്കായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് തോന്നി ആരോ ഒരാൾ നിഷാന്ത് തോന്നിയപ്പോ ഒന്ന് വന്നേ. നിഷാന്ത് ഒന്ന് വന്നേടാ. അടയാളം പുറത്തിവിടെ ഉണ്ട്. അടയാളം ഒരു കുഴിയുണ്ട്. എടാ, നിനക്ക് തൊട്ടെന്ന് തോന്നി, അവിടെ നിന്നാ മതി. ആ തൊട്ടെന്ന് തോന്നുന്ന സ്ഥലത്ത് ഒരു കുഴിയുണ്ട്. ഇപ്പോ ഒന്നൊന്നര പരിപാടിയാ കർത്താവ് ചെയ്യുന്ന. ഒന്ന് കൈ അടിക്കടേ, ആമേൻ പറഞ്ഞു. കാണാം, ഒന്ന് കാണിച്ചേടാ.
ഓക്കെ, കുഴപ്പമില്ലടാ. വേറെ കുഴി കാണാൻ പറ്റും കേട്ടോ. ഇതെല്ലാം നമുക്ക് തലയ്ക്ക് കയറുന്ന കാര്യമാണ്. കർത്താവ് തൊട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുഴിയുണ്ട് ഇപ്പോ. ഇത് നമ്മുടെ രാവിലത്തെ ജീസസ് ടൈമിൽ പ്രാർത്ഥിച്ചതാണ്. തൊട്ടു എന്ന് പറയുന്ന സ്ഥലത്തൊരു കുഴിയുണ്ട്. വളഞ്ഞത് നിവർന്നു പോയി. ഞാൻ ചോദിക്കുന്ന അമ്മേ, അവന്റെ അച്ഛന് ഇതുപോലെ നട്ടലിന് വളവുണ്ട്, ഹിപ്പിന് വളവ്. അവന്റെ അച്ഛനും ഉണ്ട്. അതേ വളവ് ഇവനും ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവൻ പറയണ നീളം വെച്ചു എന്നാണ് പറയുന്നത്, കട്ടൽ തട്ടുന്ന സത്യമാണോ ഈ പറയുന്നേ? കള്ളമൊന്നുമില്ല. ഞങ്ങൾ വല്ല കാശും തന്നിട്ട് പറയുവാണോ? ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ചേച്ചി? പക്ഷെ വന്ന് സാക്ഷ്യം പറഞ്ഞു നിന്നാണെന്നില്ലേ ഉള്ളൂ. 2 കൊല്ലം മുമ്പ് നമ്മുടെ ജീസസ് ടൈമിൽ നടന്ന കാര്യമാ. നട്ടലിൽ തൊട്ടതിന്റെ കുഴി. ഞാൻ നിങ്ങളെ നോക്കി ഒരു ദൂത് പറയട്ടെ. ഇനിയുള്ള ദിവസങ്ങൾ 2024 നമ്മൾ വരാൻ പോവാ. നിങ്ങൾ എഴുതി വെച്ചോണേ, ഈ 24 അത്ഭുതങ്ങൾ വർഷമായിരിക്കും.